നമസ്കാരം. ഞാൻ ഈ പറയുന്ന നാളുകാർ കറുത്ത ചരട് ധരിക്കരുത്. നിങ്ങൾക്ക് ദാരിദ്ര്യം കൂടുതലായി വരാൻ സാധ്യതയുണ്ട്. കറുത്ത ചരട് ധരിക്കുന്നവർ പല ആളുകളും നമ്മൾക്കിടയിലുണ്ട്. കയ്യിൽ, കാലിൽ, കഴുത്തിൽ, അരയിൽ എല്ലാം ഇതിന് സ്ഥാനമായി വരുന്നു. പല ഉദ്ദേശത്തിലാണ് ഇവർ ഇത് ചെയ്യുന്നത്. ചിലർ കണ്ണ് കിട്ടാതിരിക്കാൻ വേണ്ടിയും ധരിക്കുന്നു. ചിലർ അമ്പലത്തിൽ നിന്ന് പൂജിച്ച ചരടും ധരിക്കുന്നു. ചില നാളുകാർ ഇത് ധരിക്കുന്നത് അത്ര നല്ലതല്ലെന്നാണ് ജ്യോതിഷശാസ്ത്രം പറഞ്ഞിട്ടുള്ളത്. ഈ നാളുകാർ ഇത്തരം ചരട് ധരിച്ചാൽ ദോഷഫലമാണ് പറയുന്നത്. കറുത്ത ചരട് ധരിക്കാൻ പാടില്ലെന്നുള്ളവർ ഇത് ധരിക്കുന്നത് ദോഷം വരുത്തുന്നു. ഇവർക്ക് പകരം ധരിക്കാൻ പറ്റുന്ന ചരടുമുണ്ട്. ഇതേക്കുറിച്ച് എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. മേടം രാശിയിൽപ്പെടുന്ന നക്ഷത്രക്കാരായ അശ്വതി, ഭരണി, കാർത്തിക ആദ്യ കാൽപാദം എന്നിവർ ഈ ചരട് ധരിക്കരുത്, ദോഷം വരുത്തും. ഇവർക്ക് കറുത്ത ചരട് ദോഷമാണ് വരുത്തുക. ജീവിതത്തിൽ നിന്നും ദാരിദ്ര്യവും സങ്കടവും ഒഴിഞ്ഞു പോകില്ലെന്ന ഫലമാണ് കറുത്ത ചരട് ഇവർ ധരിച്ചാൽ ഉണ്ടാകുന്നത്. ഈ രാശിയുടെ അധിപൻ ചൊവ്വയാണ്. ചൊവ്വയുടെ നിറം ചുവപ്പാണ്. ചുവപ്പിൻ്റെ വിപരീത ഫലമാണ് കറുപ്പ്. ഇതിനാൽ കറുപ്പ് ധരിക്കരുത് എന്നതാണ് പറയുന്നത്. വൃശ്ചികം രാശിക്കാർ ഇതിൽ വരുന്ന നാളുകാർ വിശാഖം അവസാനത്തെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട ഈ നാളുകാർക്കും കറുത്ത ചരട് അണിയരുത്, ദോഷം വരുത്തുന്നു. കുംഭം രാശിയിൽ വരുന്നത് അവിട്ടം അരഭാഗം, ചതയം, പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം ഈ പറയുന്ന നക്ഷത്രക്കാർക്ക് കറുത്ത ചരട് ധരിക്കുന്നത് നല്ലതാണ്. തുലാം രാശിയിൽ വരുന്ന ചിത്തിര, ചോതി, വിശാഖം ഈ നാളുകാരും കറുത്ത ചരട് നല്ലതാണ്. ഇവർക്ക് കറുത്ത ചരട് ശിവക്ഷേത്രത്തിൽ പൂജിച്ചു വാങ്ങി ധരിക്കാവുന്നത് ഗുണം ചെയ്യുന്നതാണ്.